ഗിന്നസ് പക്രുവിനെ ആക്രമിച്ചെന്ന കേസിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്ന പരാതിയുമായി കേസിലെ പ്രതിയും കുടുംബവും പക്രുവിനെതിരെ രംഗത്ത്. പക്രു കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് വില്ലുന്നി സ്വദേശി ആൽഫ് തോപ്പുറത്ത് ആരോപിച്ചു. പക്രുവിന്റെ കുടുംബമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി ആൽഫിന് പിന്തുണയുമായി നടന്റെ അയൽവാസികളും രംഗത്തെത്തി. എന്നാൽ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആരോപണമെന്ന് ഗിന്നസ് പക്രു പ്രതികരിച്ചു. വാടക നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ആൽഫ് തോപ്പുറത്ത് വീട്ടിലെത്തി തന്നെയും കുടുംബത്തെയും ആക്രമിച്ചുവെന്നായിരുന്നു പക്രുവിന്റെ പരാതി. എന്നാൽ പണവും പ്രശസ്തിയും ഉപയോഗിച്ച് പക്രു തന്നെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ ആൽഫ് ആരോപിക്കുന്നു. കൃത്യമായി വാടക നൽകാറുണ്ടായിരുന്നുവെന്നും ആദായ നികുതി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രസീത് നൽകാനാവില്ലെന്നുമായിരുന്നു അത്രേ പക്രുവിന്റെ നിലപാട്. 2 കുടുംബങ്ങൾ താമസിക്കുന്ന വാടക വീടിന്റെ ഭീമമായ വൈദ്യുതി ബിൽ ഒറ്റയ്ക്കടയ്ക്കാനും ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതോടെ പ്രശ്നങ്ങളായി. വീട്ടിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയെന്നും പുനഃസ്ഥാപിക്കാനൊരുങ്ങിയപ്പോൾ പക്രുവിന്റെ അച്ഛനും അമ്മയും ഡ്രൈവറുമടങ്ങുന്ന സംഘമെത്തി മർദ്ദിക്കുമായിരുന്നുവെന്നും ആൽഫ് പറയുന്നു. പുള്ളിയുടെ ഒരു ഡ്രൈവറുണ്ട്, ഇച്ചിരി ആലോചിച്ചത് ഇവൻ എന്നെ ഇങ്ങനെ വലങ്ങ് ഇങ്ങനെ കയറി പിടിച്ചിരിക്കുക. എന്നിട്ട് ഇവന്റെ ഭാര്യ, ഇവന്റെ അമ്മയും ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ അറ്റാക്കിന് വരുന്നത്. പക്രുവിന്റെ കുടുംബമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് സംഭവത്തിന് ദൃക്സാക്ഷികളെന്ന് അവകാശപ്പെടുന്ന അയൽക്കാരും പറയുന്നു. നേരത്തെ ഇവിടെ താമസിച്ച വാടകക്കാരനെയും പക്രുവും കുടുംബവും പുകച്ചു ചാടിക്കുകയായിരുന്നുവെന്നും അയൽക്കാർ പറഞ്ഞു. ആർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. സത്യാവസ്ഥ നേരിട്ട് കണ്ട ഞാനാ. ഈ 7 മണിക്ക് സമയത്താണ് ഈ ഇത്രയും ഗുണ്ടായിട്ടില്ലെന്ന് കേരളത്തിൽ പറഞ്ഞെങ്കിലും കാണിച്ചുണ്ടായിരുന്നു തന്നെ. അതേസമയം തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നാണ് ഗിന്നസ് പക്രുവിന്റെ പ്രതികരണം. അക്രമത്തെ തുടർന്ന് പരിക്കുപറ്റിയ തന്റെ അമ്മ ഇപ്പോഴും ചികിത്സയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം.